everyone, welcome to Salem Learning. So മക്കളെ നമ്മുടെ മൂൺ ഡേ ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് എന്താണെങ്കിലും സ്കൂളിൽ കുറച്ച് ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾക്കായിട്ട് വളരെ പ്രധാനപ്പെട്ട 10 ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം കളയാതെ ഈ പറയുന്ന 10 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ ചോദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുമ്പോഴും നിങ്ങൾ അതിൻ്റെ ഉത്തരം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ചന്ദ്രനിൽ മനുഷ്യനെ എത്തിച്ച ദൗത്യത്തിന്റെ പേരെന്താണ്? നിങ്ങൾക്ക് ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇതിന്റെ ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കുകയും. ഏതൊക്കെയാണ് ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്? അപ്പോളോ 10 ഉണ്ട്, അപ്പോളോ 11 ഉണ്ട്, ചന്ദ്രയാൻ 1 ഉണ്ട്, ആർടെമിസ് 1 ഉണ്ട്. ഏതാണ് മക്കളെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഒരു മനുഷ്യന്റെ ചെറിയ ചുവടുവെപ്പ്, മനുഷ്യരാശിയുടെ വലിയ കുതിപ്പ്, ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത് ആരാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ വാക്ക് ഏതാണ്? ഒരു മനുഷ്യന്റെ ചെറിയ ചുവടുവെപ്പ്, മനുഷ്യരാശിയുടെ വലിയ കുതിപ്പ്. ഈ ഒരു പ്രസിദ്ധമായ വാക്ക് പറഞ്ഞത് ആരാണ്? അപ്പൊ 4 ഓപ്ഷൻ ആണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ബസ് ആൽഡ്രിൻ, ബി നമ്മുടെ നീൽ ആംസ്ട്രോങ് ആണ്, മൈക്കിൾ കോളിൻസ് ആണ് ഓപ്ഷൻ സി, ആൻഡ് യൂറി ഗഗാറിൻ ആണ് നമ്മുടെ ഓപ്ഷൻ ഡി. അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അപ്പോളോ 11 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റിന്റെ പേരെന്താണ്? 4 ഓപ്ഷൻസ് കാണുന്നുണ്ടല്ലോ. ഏതാണെന്ന് വേഗം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അപ്പോളോ 11, അപ്പോളോ 11 വിക്ഷേപിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന റോക്കറ്റിന്റെ പേരെന്താണ്? യെസ്, ആലോചിച്ച് നോക്കിയിട്ട് വേഗം പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക. നിങ്ങൾ എന്താണെങ്കിലും സ്കൂളിലെ ക്വിസ് കോമ്പറ്റീഷൻ നടത്തും എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിവുണ്ടാവും. അതിനുവേണ്ടി ചില മക്കളൊക്കെ ഓൾറെഡി ഒന്ന് പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. സാറ്റേൺ വി ഇസ് ദ റൈറ്റ് ആൻസർ. സോ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചന്ദ്രനിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെ, അതാണ് നമ്മൾ ഒരു ദിവസമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ചന്ദ്രനിൽ ഒരു ദിവസം എന്ന് പറയുന്നത് ഏകദേശം എത്ര ഭൂമി ദിവസമാണ്? അതായത് ഒരു ദിവസം എന്ന് പറയുന്നത് എത്ര നമ്മുടെ ഭൂമിയിലെ എത്ര ദിവസമാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 4 ഓപ്ഷൻ. ഒന്നാമത്തെ ഓപ്ഷൻ 7 ദിവസം, രണ്ടാമത്തെ ഓപ്ഷൻ 14 ദിവസം, മൂന്നാമത്തെ ഓപ്ഷൻ 29.5 ദിവസം, നാലാമത്തെ ഓപ്ഷൻ നമ്മുടെ 365 ദിവസം. അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? പറയൂ. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അതായത് ചന്ദ്രനിൽ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ 29.5 ദിവസമാണ്. അപ്പൊ ഒരു ദിവസം എന്ന് നമ്മൾ പറയുന്നത് ഒരു സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെയാണ് കേട്ടോ. ഇനി നമുക്ക് തൊട്ടടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചന്ദ്രനിൽ ആദ്യമായിട്ട് മനുഷ്യൻ ഇറങ്ങിയ വർഷം ഏതാണ്? ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയ ആൾ ആരാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ആദ്യമായിട്ട് മനുഷ്യൻ ഇറങ്ങിയ വർഷം ഏതാണ്? 1965 ആണോ, 67 ആണോ, 69 ആണോ, 71 ആണോ? ഏതാണ് മക്കളെ? അഗെയിൻ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. 1969. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: നീൽ ആംസ്ട്രോങ്ങിനൊപ്പം ചന്ദ്രനിൽ ഇറങ്ങിയ ബഹിരാകാശ യാത്രികൻ ആരാണ്? 4 ഓപ്ഷൻസ് അഗെയിൻ നമുക്ക് കാണാനായിട്ട് പറ്റും. മൈക്കിൾ കോളിൻസ്, ബസ് ആൻഡ്രിൻ, സുനിത വില്യംസ് ആൻഡ് യൂറി ഗഗാറിൻ. നീൽ ആംസ്ട്രോങ്ങിനൊപ്പം ചന്ദ്രനിൽ ഇറങ്ങിയ ബഹിരാകാശ യാത്രികൻ ആരാണ്? ഇതിൽ ഏതാണ് മക്കളെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ നമുക്കിങ്ങനെ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇനിയും നമുക്ക് ഒരു 4 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ വിളിക്കുന്ന പേരെന്താണ്? എന്താണ്? ജീവശാസ്ത്രം, സമുദ്രശാസ്ത്രം, സെലിനോളജി, സസ്യശാസ്ത്രം. അപ്പം നമ്മുടെ ചന്ദ്രൻ, മൂണിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് സെലിനോളജി ആണ് കേട്ടോ. നമ്മുടെ ചന്ദ്രനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ എന്ന് പറയുമ്പോൾ സെലിനോളജി എന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ചന്ദ്രനിന്റെ ഉപരിതലത്തിൽ കാണുന്ന വലിയ കുഴികളെ എന്താണ് വിളിക്കുന്നത്? ചന്ദ്രന്റെ ഉപരിതലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചന്ദ്രന്റെ സർഫസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നോക്കുന്ന പോലെ അത്ര സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ഒന്നുമല്ല. അത്യാവശ്യം കുണ്ടും കുഴിയും ഒക്കെ ഉള്ള സർഫസ് ആണ്. അതായത് അത്ര പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസ് അല്ല. അപ്പൊ അവിടെ കാണുന്ന ഈ കുഴികളെ എന്താണ് വിളിക്കുന്നത്? ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം നമ്മുടെ ഓപ്ഷൻ ബി ആണ്. പിന്നെ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ഓപ്ഷൻ എയും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബട്ട് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, അതായത് ക്രേറ്ററുകളാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകുന്നു. നമ്മുടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്ത് വിജയകരമായി
സേഫ് ലാൻഡ് ചെയ്ത ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? അപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്ത് വിജയകരമായി സേഫ് ലാൻഡ് ചെയ്ത ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 1 ആണോ, ചന്ദ്രയാൻ 2 ആണോ, 3 ആണോ, ആദിത്യ L1 ആണോ? ഏതാ മക്കളെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം, ചന്ദ്രയാൻ 3. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്കായിട്ടുള്ളതാണ്. അപ്പോളോ ലെവൽ ദൗത്യം ഏത് രാജ്യത്തിൻ്റെതാണ്? നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. ഇവിടെ എന്താണ് ചോദ്യം? അപ്പോളോ 11 എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ ദൗത്യമാണ്? ഇന്ത്യയുടെ ആണോ, അമേരിക്കൻ്റെ ആണോ, റഷ്യൻ്റെ ആണോ, ചൈനയുടെ ആണോ? അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ കമന്റ് ബോക്സ് ഓഫ് ആണെന്ന് തോന്നുന്നു. സോ ഞാൻ എന്താണെങ്കിലും ഉത്തരം പറഞ്ഞു തരാം. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണമായിരുന്നു കേട്ടോ. അപ്പോൾ ആൻസർ ഏതാണ്? അമേരിക്ക, അതായത് USA. അപ്പം നമ്മളിവിടെ കുറേ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അത്യാവശ്യം വലിയ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഈ കുഞ്ഞുമക്കളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കണം. ഓക്കെ, അപ്പോൾ എനിവേ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.